ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയരെ, പ്രോമിസ് ഓഫ് ദ ഡേ എന്ന വാട്സപ്പ് സന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം കൂടി നമുക്ക് കാണുവാനും കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് വചനം കേട്ടുകൊണ്ടും പ്രാർത്ഥനയോടും നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് എത്രയോ സന്തോഷവും അനുഗ്രഹപ്രദവുമായിട്ടുള്ള അനുഭവമാണ്. ഒരിക്കലൊരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: പ്രസംഗിക്കുന്നവരെ ലോകം അറിയും, എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയും. ഒരിക്കലൊരു അമ്മയോട് ഒരാൾ ചോദിച്ചു, പതിവായി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്, നിങ്ങൾ എന്ത് നേടി എന്ന് ചോദിച്ചു. ആ മാതാവ് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന വഴി ഞാൻ എന്തെങ്കിലും നേടുകയല്ല, പകരം എന്നിൽ നിന്ന് പലതും ഇല്ലാതാകാറുണ്ട്. എൻ്റെ ദുരഭിമാനം, അഹങ്കാരം, അത്യാഗ്രഹം, ദേഷ്യ സ്വഭാവം, ദുർമോഹം, പാപത്തിൻ്റെ രുചി, എൻ്റെ നിരാശ, ഇവയെല്ലാം എന്നിൽ നിന്നും ഇല്ലാതാകാറുണ്ട്. ചിലപ്പോൾ നാം പ്രാർത്ഥിക്കുന്നതിന് കാണത്തക്കവണ്ണം, മറ്റു ചിലപ്പോൾ ആരും കാണാത്ത വിധത്തിലോ ആയിരിക്കും ദൈവം നമുക്ക് മറുപടി നൽകി അനുഗ്രഹിക്കുന്നത്. നമ്മുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യമായി മറുപടി തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും വിളിച്ചപേക്ഷിക്കുന്നതും. ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായം ഈ ഒരു ചിന്തയുമായി ബന്ധപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തെ വിവരിക്കുകയാണ്. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു, ഒരു ദൈവഭക്തനായിരുന്നു, ദൈവിക വെളിപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം വിശ്വസ്തയോടും ഭയഭക്തിയോടും കൂടി തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹം ദൈവത്താൽ എത്രത്തോളം ഉപയോഗപ്പെട്ടുവോ അത്രത്തോളം തന്നെ അദ്ദേഹത്തിനെതിരെ പല വിധത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാകുവാനിടയായി. ദൈവത്തിൻ്റെ പൈതലെ, നാം ദൈവത്താൽ ഉപയോഗിക്കപ്പെടും എന്ന് പിശാച് മനസ്സിലാക്കുന്ന നിമിഷം തന്നെ പിശാച് നമ്മെ ആക്രമിക്കാനുള്ള തന്ത്രങ്ങളും മെനയാറുണ്ട്. അതൊരു പക്ഷേ മനുഷ്യരിലൂടെയാവാം, അല്ലെങ്കിൽ ശത്രുവായ സാത്താൻ തന്നെ നേരിട്ട് നമുക്കെതിരെ തീയമ്പുകൾ തൊടുക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ കൂടെ ദൈവമുണ്ട് എന്നും ദൈവം അവനെ ഏത് സിംഹക്കുഴിയുടെ അനുഭവത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനാണെന്നും വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ദാനിയേൽ 6-ാം അധ്യായം. അങ്ങനെ നമ്മൾ ദാനിയേൽ പ്രവചന പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 6:10 നാം വായിക്കുന്നത്, ദിവസവും ചെയ്തു വന്നതുപോലെ ദാനിയേൽ 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നാണ്. സിംഹക്കുഴിയിൽ ഇട്ടുകളയാനായി രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കുഴിയിൽ ഇട്ടുകളയാനായിട്ട് രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുമ്പോഴും രാജാതിരാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നതിൽ ദാനിയേൽ ഒരു വീഴ്ചയും വരുത്തിയില്ല. അതുകൊണ്ട് തന്നെ സിംഹക്കുഴിയുടെ അനുഭവം ദാനിയേലിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ടിടയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദാനിയേൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതിവേദനയോടെ തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞിരിക്കാൻ ആ മനുഷ്യൻ നിലവിളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവം ഒരത്ഭുതം ദാനിയേലിന് വേണ്ടി ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തളരരുത്. ഒരുപക്ഷെ അത് സിംഹക്കുഴിയുടെ അനുഭവമായിരിക്കാം, നിന്നെ വലിച്ചു കീറി ഭക്ഷിക്കുന്ന അനുഭവമായിരിക്കാം. എങ്കിലും തളരരുത്, പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൽ നിന്നൊരത്ഭുതം കിട്ടുവോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. യേശു പറഞ്ഞു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാണ്.
ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വരുന്നത് ഒരു ജയാളിയായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ മനുഷ്യൻ പുറത്തേക്ക് വരികയാണ്. നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ കാണുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത, ഈ സിംഹക്കുഴിയിൽ വീണതായിട്ടുള്ള ദാനിയേലിൻ്റെ അടുക്കൽ ചെന്ന് രാജാവ് ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന്, സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആരാണ്? പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ദാനിയേൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ലോകം മുഴുവനും അറിയാനിടയായി ദാനിയേലിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന്. മാത്രമല്ല, ദാനിയേലിനെതിരെ രേഖ എഴുതിയവരെ കൊണ്ട് ആ രേഖ മാറ്റി എഴുതിക്കാൻ ദാനിയേലിന് കഴിഞ്ഞു. ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും. രാജാവും ചക്രവർത്തിയും ഉണ്ടാക്കിയതായിട്ടുള്ള രേഖകളെ തിരുത്തി എഴുതാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ പേരിലാണ് നമ്മുടെ ദൈവം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിനകത്ത് അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും ഒക്കെ പറയുന്നത്. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, പ്രസംഗിക്കുന്നവരെ ചിലപ്പോൾ ലോകം അറിയും, എന്നാൽ പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയും. രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യമായി മറുപടി തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ കർത്താവിനോട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ നല്ല ദിവസം ആരെങ്കിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ജീവിതം സിംഹക്കുഴിയുടെ അനുഭവം പോലെ ആയിരിക്കുന്നു, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, നിൻ്റെ കരം നീട്ടണമേ. നീ അവരെ ആ സിംഹക്കുഴിയുടെ അനുഭവത്തിൽ നിന്ന് വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരണമേ. ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതം ദൈവമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിയ സാക്ഷ്യമായി മാറട്ടെ. ദൈവമേ, ഞങ്ങളുടെ ദൈവം കർത്താവേ, ഞങ്ങളുടെ പേരിൽ അറിയപ്പെടത്തക്കവണ്ണം ഞങ്ങളെ പ്രാർത്ഥന വീരരാക്കി മാറ്റണേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ജയനച്ചൻ.